എല്ലാവരും എന്തോ പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നേ നമുക്ക് ഈ താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? ഈ താരതമ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ചിലപ്പം മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് എന്താ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോ ഇല്ലേ നമ്മുടെ കസിൻ്റെ വീട്ടിലോ ഒക്കെ നമ്മൾ പോകുമ്പം അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മളവിടെ അവർ നല്ലതായിട്ടൊക്കെ തന്നെ ജീവിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളവിടെ ഒരു വാക്യൂം ക്ലീനർ കാണുന്നു അല്ലേ. അത് കണ്ടു കഴിയുമ്പോൾ തൊട്ട് നമുക്കതൊരു ചിന്തയാണ്, ഷോ എനിക്ക് വാക്യൂം ക്ലീനർ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. ഇങ്ങനെയുള്ളൊരു ചിന്തയും കൊണ്ട് വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ താരതമ്യം എന്ന് പറയുന്നത് തന്നെ സന്തോഷത്തിൻ്റെ ഒരു കള്ളനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളും അങ്ങനെ ഉയർച്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അല്ലേ, ഭയങ്കര ഒരു ചിന്തയാണ്, അയ്യോ നമുക്ക് എന്തുകൊണ്ട് എന്ന്. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മളിപ്പോൾ അവിടെ ചെന്നപ്പം ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ വാക്യൂം ക്ലീനർ കാണുമ്പോൾ നമുക്ക് എന്തോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മളതോർത്ത് സന്തോഷിക്കണം അല്ലേ. നമുക്കുള്ള കാര്യം നമ്മൾ ഓർത്ത് സന്തോഷിച്ച് നമ്മളോട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നമുക്ക് വളരെ അനുഗ്രഹത്തോട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പല സമയത്തുണ്ടാകുന്നതാണ്. ഈ സക്സസ് എല്ലാം ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ്. അതായത് ചിലർക്ക് ഒരു 25-ാമത്തെ വയസ്സിൽ അവർ ചിലപ്പം സക്സസ് ആയി കാണും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയത് ലൈഫിൽ വേണ്ടിയ എല്ലാ കാര്യങ്ങളും അവർ നേടിയിട്ടുണ്ടാവും. ചിലർ 40-ാമത്തെ വയസ്സിലായിരിക്കും, ചിലത് 60-ാമത്തെ വയസ്സിലായിരിക്കും. അപ്പോൾ ഈ 60-ാമത്തെ വയസ്സിലാണെങ്കിലും അത് സക്സസ് അല്ലാതെ തീരുന്നില്ലല്ലോ. അവർ ഇത്രയും നാളും കഷ്ടപ്പെട്ട് അല്ലേ അവരുടെ ലൈഫിൽ അവർ ആ സക്സസ്സിലെത്തിയത് 60-ാമത്തെ വയസ്സിലാണ്. അതായത് നമ്മളെല്ലാവരും ഒരു ഇതിലേക്ക് എത്തിപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു സമയം തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തും. ഇതൊരു മത്സരമൊന്നുമല്ല, നമ്മൾ ആരോടും മത്സരിക്കാനെ കൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരമൊന്നുമല്ല. പക്ഷെങ്കിൽ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല സ്റ്റേജിലാണ്. അവിടെ നമ്മൾ എത്തും. നമ്മളത് മറ്റുള്ളവർ ഇതായല്ലോ എന്നോർത്തൊന്നും നമ്മൾ താരതമ്യം ചെയ്ത് നമ്മുടെ ഉള്ള സന്തോഷം നമ്മൾ കളയാതെ നമ്മൾ മുന്നോട്ട് പോകുക അല്ലേ. അത് നമ്മളിപ്പം എന്താ ചിന്തിച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വിത്തിനെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ, ഒരു വിത്ത് നമ്മൾ മണ്ണിനടിയിൽ നട്ടാൽ അത് ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ് മുളയ്ക്കുന്ന വിത്തുണ്ട് അല്ലേ. പക്ഷേ എന്നാൽ ചില വിത്തോ 1 മാസമായിരിക്കും, മറ്റു ചിലതോ 6 മാസം എടുക്കും അത് മുളച്ച് വരാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്, ഈ ചൈനീസ് ബാമ്പു എന്ന് പറഞ്ഞ ഒരു മരം, അത് 5 വർഷം എടുക്കും. 5 വർഷം ഇത് ഭൂമിയുടെ അകത്താണ്, ഭൂമിയുടെ അടിയിലാണ്. അപ്പോൾ ഈ 5 വർഷം അതെന്തോ ചെയ്യുന്നത്, അത് അതിൻ്റെ വേരുകളെല്ലാം ബലപ്പെടുത്തുവാണ്. അപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം അത് എന്നാ പറയുന്നത്, വലിയ മുളച്ച് വന്നിട്ട് അത് വളർന്ന് വലിയ വലിയതായിട്ട് മാറും, വലിയൊരു മരമായിട്ട് മാറും. അത് ഈ ചൈനീസ് ബാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഈ 5 വർഷം അത് ഭൂമിയുടെ ഇടയിലല്ലായിരുന്നു. അതുപോലെ നമ്മൾ നമ്മുടെ യാത്രയിലും നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനെ കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ശക്തരാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്നാ പറയുക, നമ്മളിപ്പോൾ എന്താ പറയുന്നത്, നമ്മളിത് ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ, നമ്മൾ അതിൻ്റെ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെത്തും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സക്സസ് എന്ന് പറയുന്നത് ഈ പലരും പല രീതിയിലാണ് അതിനെ കാണുന്നത്. എല്ലാവർക്കും ഒരേ രീതിയല്ല. അപ്പം ചില ആളുകാർക്ക് അത് പണം സമ്പാദിക്കുന്നതായിരിക്കും സക്സസ് എന്ന് പറയുന്നത്. അവളുടെ ലൈഫിൽ ഞങ്ങൾ ഇത്ര ഒക്കെ സമ്പാദിച്ചു, ഞങ്ങൾ ലൈഫിൽ സക്സസ് ആയെന്ന്. മറ്റു ചിലർക്ക് കുടുംബമായിരിക്കും, അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് സക്സസ് ആയെന്നാണ് പറയുന്നത്. വേറെ ചില ആൾക്കാർക്ക് ബിസിനസ് ചെയ്ത് അവർ ചെറിയ പ്രായത്തൊട്ട് അവർ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും, അപ്പോൾ അത് നേടിയെടുക്കുമ്പം അവർക്കത് സക്സസ് ആണെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആ സമയമാകുമ്പം
നമ്മൾ ആ സക്സസ്സിലേക്ക് എത്തിയിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരിങ്ങനെ ആയല്ലോ, ഇല്ല അവർക്കിതായല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷത്തോട് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്കില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാതെ നമ്മൾ ഉള്ളതിനെക്കുറിച്ച് വളരെ നന്ദിയുള്ളവരായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ ഭയങ്കരമായ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും എങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്, അല്ലേ? അത് സത്യമാണ്. പക്ഷെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ലൈഫിലുണ്ടാവും. പക്ഷേ നമുക്ക് സന്തോഷിക്കാൻ എത്രയോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, അല്ലേ? എത്രയോ കാര്യങ്ങളുണ്ട് സന്തോഷിക്കാൻ. അപ്പോൾ അത് ഓർത്ത് സന്തോഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് പറയുമ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചെറിയ കഥയോട് നിങ്ങളോട് പറയട്ടെ. എന്താന്ന് പറഞ്ഞാൽ, വളരെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ അതിനകത്ത് 2 ജീവനുകൾ, അതായത് ഒരു മരത്തിൻ്റെ ഇതിൽ ഒരു ചിത്രശലഭത്തിൻ്റെ കൂട്, പിന്നെ മണ്ണിൻ്റെ അടിയിൽ ഒരു വിത്ത്, അതിങ്ങനെ അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പം ഈ കൂട് പൊട്ടിച്ച് വളരെ മനോഹരമായ ഒരു ചിത്രശലഭം ആകാശത്തിലേക്ക് പറന്നുപോയി. അപ്പോൾ ആ പൂന്തോട്ടത്തിലുള്ളവരെല്ലാം നിന്ന് ഈ ചിത്രശലഭം ഭയങ്കര മനോഹരമല്ലേ ഇതിനെ കാണാൻ, ബട്ടർഫ്ലൈ കാണാൻ എത്ര ബ്യൂട്ടിഫുള്ളാണ്, അല്ലേ? അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് പറക്കുന്നു പോകുന്നു കണ്ടപ്പോഴത്തേന് അവിടെ നിൽക്കുന്നവരെല്ലാം കൈയടിച്ച് ആനന്ദിച്ചു. അപ്പോൾ ഈ മണ്ണിൽ കിടക്കുന്ന ഈ വിത്തില്ലേ, ആ വിത്തിന് ഭയങ്കര സങ്കടമായി. ഇത്ര നാളായിട്ട് ഈ വിത്ത് കിടക്കുമല്ലേ, അപ്പോൾ ഭയങ്കര സങ്കടമായി. പക്ഷെ വിത്ത് അറിയുന്നില്ലല്ലോ ഒന്നും, ഈ പ്രകൃതിയുടെ ഒരു നിയമമൊന്നും വിത്തിനറിയത്തില്ലല്ലോ. അങ്ങനെ പോകെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിത്തും പൊട്ടിമുളച്ച് പ്രകൃതിയുടെ സൂര്യപ്രകാശമൊക്കെ കിട്ടി അത് വളർന്ന് വലുതായി പന്തലിച്ച് അത് അനേകർക്കൊരു തണലായിട്ട് മാറി. അപ്പോൾ ഈ ചിത്രശലഭമോ വളരെ സുന്ദരമായ ചിത്രശലഭം, അത് പറന്നന്ന് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം അതില്ലാതായിപ്പോയി. പക്ഷേ ഈ മരമോ തലമുറയായിട്ട് അതൊരു തണലായിട്ട് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്, അല്ലേ? അതുപോലെയാണ് നമ്മുടെ ലൈഫിലുള്ള സക്സസ്സും. നമ്മൾ ഭയങ്കര സമയമെടുക്കും നമ്മൾ ആ സക്സസ്സിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരും അവിടെ. അത് ചിലപ്പം ഭയങ്കര റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ച ഒരു സക്സസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ? ഇത് നമ്മൾ ഈ താരതമ്യം ചെയ്യുന്നത് പല ആൾക്കാർക്കും ഉണ്ട്. ചിലപ്പം എനിക്കില്ലെന്നൊന്നുമല്ല പറയുന്നത്, ഞാനും ചിലപ്പം അത് ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ മാറ്റി വെക്കണം. ആ ചിന്തകളെയൊക്കെ മാറ്റി നമുക്കുള്ള അനുഗ്രഹത്തിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ പോയിക്കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ എന്താ, ഞാൻ ഇന്നീ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നമുക്ക് കുറേ പേർക്ക് അത് ഒരു ഈ ചിന്ത നമുക്ക് ഒരു ടച്ചാകും, അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളങ്ങനെ ചിന്തിക്കാത്ത ഒരു മനുഷ്യരും എനിക്ക് തോന്നുന്നില്ല ഉണ്ടോയെന്ന്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഈ ഒരു ചിന്ത ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അല്ലേ? ചെയ്തില്ലേ? അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം കാണുന്നിടം വരെ ബായ്.